വെൻ ഇറ്റ് ഈസ് സ്വവർഗാനുരാഗികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സെക്സ് ആയിരിക്കുമ്പോൾ ആ റൂട്ടിലൂടെയുള്ള സെക്സ് ആയിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ട്രാൻസ്മിഷൻ്റെ ചാൻസ് കൂടുതലാണ്. അവരിലാണ് കൂടുതൽ HIV കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ തന്നെയാണ്, വേറെ ഒരു പരിഹാരവും ഇല്ല അതിന്. അതെ, ഒരു പ്രമുഖ താരം, അത് മറ്റാരുമല്ല, അലൻ ജോസ് പെരേര യൂണിവേഴ്സലിലെ ഒരു പ്രമുഖ നടിയും നിർമ്മാതാവുമാണ്. ഇപ്പോൾ പ്രൊഡ്യൂസറാണ്. നിരവധി ഷോർട്ട് ഫിലിമുകൾ ഓള് നിർമ്മിക്കുന്നുണ്ട്. പമ്പ, അതെ, ഡോക്ടർ പമ്പ എന്നറിയപ്പെടുന്ന പ്രമുഖ താരം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ നടത്തിയ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ താരം ആഞ്ഞടിച്ചിരിക്കുകയാണ്. മറ്റാർക്കെതിരെയുമല്ല, അത് LGTBക്കെതിരെ, അത് നമ്മൾ നെഞ്ചിലേറ്റിയ ലെസ്ബിയൻ ദമ്പതികൾ അടക്കമുള്ള ആ ഒരു കമ്മ്യൂണിറ്റി, LGTB കമ്മ്യൂണിറ്റിക്കെതിരെ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു കമ്മ്യൂണിറ്റിക്കും ഉണ്ടാവാൻ പാടില്ല. വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യമേ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സമൂഹത്തിൽ ദാറ്റ് സെക്സ് ഇസ് എ ടാബു ആൻഡ് ഇറ്റ്സ് എ ബാഡ് തിങ്. പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂഷനെ പ്രൊമോട്ട് ചെയ്യല്ല, ബട്ട് ദ മെനി ഓഫ് ദ കൺട്രീസിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇസ് ആക്ച്വലി ലീഗലൈസ്ഡ്. അതിന് അവർക്ക് അവരുടേതായ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളെയും നമ്മൾ മോറലി കാണാതെ അതിനെ മനുഷ്യത്വപരമായി കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, വളരെ രഹസ്യപരമായിട്ട് എന്തോ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളൊരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പ്രശ്നമാണ്. പിന്നെ ഇത് താരം ഇവിടെ പങ്കുവെക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങൾ പോലെ, യൂറോപ്യൻ കൺട്രികൾ പോലെ ഇവിടെ ഈ രീതിയിൽ അഴിഞ്ഞാടാൻ അനുവദിക്കുന്നില്ല. അതായത് അഴിഞ്ഞാട്ടം ഏറെക്കുറെ പോലും നടത്തുന്നുണ്ട്, എന്നാൽ അതൊരു പൂർണ്ണ സെക്സിലേക്ക് പോകാൻ നമ്മുടെ ഗവൺമെന്റ്, നിയമപാലകർ അനുവദിക്കുന്നില്ല. അതിനെതിരെ ഓള് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അതായത് മറ്റു രാജ്യങ്ങൾ പോലെ ഇവിടെ അതൊരു നല്ല പ്രവൃത്തിയായി കാണുന്നില്ല. ഇതെന്തോ വലിയ മോശം കാര്യമാണ്, സെക്സ് വർക്ക് വളരെ മോശമാണെന്നുള്ള രീതി, അത്തരം ആളുകളെ അവഹേളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വല്ലാത്തൊരവസ്ഥ തന്നെ. അതിനൊരു മാറ്റം വരണം എന്ന് തന്നെയാണ് ഓൾ ആവശ്യപ്പെട്ടത്. അതെല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലേക്ക്, ഒരു കുടുംബത്തിൽ ഒരു സെക്സ് വർക്കർ എന്നുള്ള രീതിയിൽ മാറ്റം വരണമെന്നാണ് ഓൾ ആഗ്രഹിക്കുന്നത്. ഈ ട്രാൻസ്മിഷൻ ഓഫ് STDs, HIV മാത്രമല്ല വേറെ ഒരുപാട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ വെൻ ഇറ്റ് ഈസ് സ്വവർഗാനുരാഗികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സെക്സ് ആയിരിക്കുമ്പോൾ ആ റൂട്ടിലൂടെയുള്ള സെക്സ് ആയിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ട്രാൻസ്മിഷൻ്റെ ചാൻസ് കൂടുതലാണ്. അവരിലാണ് കൂടുതൽ HIV കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ തന്നെയാണ്, വേറെ ഒരു പരിഹാരവും ഇല്ല അതിന്. വേറെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ചും LGTBക്കാരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടുകൊണ്ട് LGTBയുടെ ചെയർമാൻ സാക്ഷാൽ റിയാസ് സലീം, ഗെയിം ചേഞ്ചർ, അദ്ദേഹം വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് LGTBക്കാരെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതായത് എയ്ഡ്സിന് കാരണക്കാർ, എയ്ഡ്സിന്റെ വാഹകരായി മാറുന്നത് LGTBക്കാരാണെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഓള് നടത്തിയിരിക്കുന്നത്. ഏറെ ദുഃഖകരമായ അവസ്ഥയാണ്. അത് LGTBക്കാരെ ഒന്നടങ്കം ഓല മുഖത്ത് കരിവാരി തേക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അല്ല, ഇത് പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ നിർദ്ദേശിക്കാനുണ്ടാ? അപ്പൊ ഇത് കുറച്ചും കൂടെ അവൈലബിൾ ആക്കുക. അതായത് ഇപ്പൊ വെൻഡിങ് മെഷീൻസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇപ്പോൾ ചോദിക്കാതെ കോണ്ടംസ് ആണെങ്കിലും ഒക്കെ എടുക്കാനുള്ള ഒരു സംവിധാനം ഒക്കെ ഉണ്ടാക്കാൻ ആണെങ്കിൽ. അല്ല, എനിക്ക് ബലമായൊരു സംശയം, ഇതിപ്പോ എത്ര അവൈലബിൾ ആക്കിയാലും ഈ ആദില നൂറ എന്നൊക്കെ പറയുന്ന ലെസ്ബിയൻ ദമ്പതികളെ നമുക്കറിയാം സ്വവർഗ പ്രേമികളാണ്. ഓൽക്കൊക്കെ ഈ കോട്ടം കിട്ടിയിട്ട് ഓൽ എന്താക്കാനാണ്? വിരൽമേടുക അല്ലെങ്കിൽ നാക്കുമേലിടുക. എനിക്കൊട്ടും എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു സംഗതിയാണ്. LGTBക്കാരുടെ ഇടയിൽ ഏസുള്ള പകയന്മാരുണ്ടായിരിക്കാം, പക്ഷെ ഓല് മാത്രമാണ് ഏസിന്റെ വാകർ എന്ന് പറയുന്നത് എനിക്ക് അത്ര അനുകൂലിക്കാൻ പറ്റുന്ന സംഗതി അല്ല. ഫിലിമിലേക്ക് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നു? ട്രൈ ചെയ്യണം എന്നുണ്ട്, ബട്ട് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു പവർ പോകുമെന്ന് എനിക്കൊരു പേടി. എന്റെ ഈ ഒരു സ്വഭാവം വെച്ച് ഈ ഫിലിമിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്റെ പവർ അല്ല, എന്റെ എല്ലാം ഇഞ്ചപ്പരുവാവുന്ന രീതിയിലാവുന്ന എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എനിവേ, പമ്പ എന്ന് പറയുന്ന ഈ ഒരു ഡോക്ടർ, അലൻ ജോസ് പെരേര ആറാട്ടണ്ണൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രമുഖ നടിയും അതുപോലെ തന്നെ പ്രൊഡ്യൂസറുമാണ്. എന്നാൽ ഈ ഒരു ഇന്റർവ്യൂയിൽ, ഓള് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇന്റർവ്യൂയിൽ ഏറെ വിവാദപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് തിരികൊളുത്തിയിരിക്കുന്നു. LGTBക്കാർക്കെതിരെ ഓള് നടത്തിയ ഈ ഒരു വെളിപ്പെടുത്തൽ
ഇതിനെതിരെ തീർച്ചയായും LGTVയുടെ പ്രമുഖ നേതാക്കൾ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയേക്കാം. എന്റെ അഭിപ്രായത്തിൽ LGTVക്കാരെക്കാൾ കൂടുതൽ കൊച്ചി കേന്ദ്രീകരിച്ച് ഈ കള്ളഹിമാറുകൾ ഇപ്പോൾ നടത്തുന്ന ഈ ആൽബം ഷോർട്ട് ഫിലിം നിർമ്മാണം ഇവറ്റാൽ കേസുണ്ടോ എന്ന് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇവരുടെ ഈ ഒരു അഴിഞ്ഞാട്ടം പോലീസ് അനുവദിക്കാത്തത് കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ കോണ്ടം ഒരുപാട് അവൈലബിൾ ആക്കണം, അല്ലെങ്കിൽ പരസ്യമായി സെക്സിന് അനുവദിക്കണം എന്നൊക്കെയുള്ള ആവശ്യം ഇവർ ഉന്നയിക്കുന്നതും. അതായത് ദേവയുടെ ഓരോ പെണ്ണുങ്ങളെ ഇങ്ങനെ കൊണ്ടുവരികയാണ്, അവിവാഹിതരായ അല്ലെങ്കിൽ വിധവകളായ കാട്ടപരാധികളായിട്ടുള്ള ഓരോന്നിനെ പൊക്കിക്കൊണ്ടുവന്നതിന് ശേഷം ഓരുമായിട്ട് റീൽസ് എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന അപരാധങ്ങൾ ഇത്തരം ആളുകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവർ എയ്ഡ്സിന്റെ ഭാഗവരാകുന്നു എന്ന് പോലും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ആൽബം ഷൂട്ടിംഗ് അല്ലാത്ത ചില ആളുകളുണ്ട്, ആൽബത്തിന്റെ മറവിൽ ചില തരികിട പരിപാടികൾ കാണിക്കുന്ന ടീമുകളുണ്ട്. എനിവേ ഇത്തരം ആൽബം നടത്തുന്ന എല്ലാവർക്കുമെതിരെ ഒരു അന്വേഷണം ആവശ്യം തന്നെയാണ്. എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. Doctor. Yes, sir. ഇറങ്ങി പോടാ എന്നെ വെയിറ്റ് ചെയ്ത ഇറങ്ങടാ ഇറങ്ങടാ ഇറങ്ങിക്കോ മേലെ അവിടെ കണ്ടുപോരുത് ഇവിടെ തന്നെ അല്ലേ എന്റെ വീട്ടിൽ അല്ല കേരളത്തിലേക്ക് സ്വാഗതം പറഞ്ഞു. എവിടെ? കൊച്ചി, തൃപ്പൂണിത്തുറ. ശരി, അത് എല്ലാവർക്കും അറിയില്ല. ബാംഗ്ലൂർ അല്ലേ?